ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ജൗഫൂസ് മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചക്കറികളെക്കാട്ടിലും ഇഷ്ടം എല്ലാവർക്കും ബീഫും മീനും ചിക്കനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് മീൻ എങ്ങനെ ഒരു വെറൈറ്റി സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ സൂത മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ യൂസ് ചെയ്താലും മതി. ഒരു നാരങ്ങ, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് നടുകെ കീറിയതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില. പിന്നെ മസാലകളായിട്ട് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ എല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി, അതേപോലെ തന്നെ വലിയ ജീരകം, കുരുമുളക് ഇവയൊക്കെ ഇട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല, കാരണം നമ്മളിതിൽ കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ മസാലകളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവറോ ഏതാ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നാരങ്ങ നമുക്ക് ഇതിലേക്ക് പൊഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഇനി കറിവേപ്പില, അതേപോലെ തന്നെ മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ആക്കി വെക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റൊക്കെ വെക്കാം. ഇപ്പം ഞാനിതൊരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് മസാല കൂട്ടി വെച്ചിട്ട് 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ മീനിട്ടിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ടിരുന്ന പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പില എല്ലാം ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ഇതിൽ ചേർത്ത കാരണം നന്നായിട്ടൊരു ക്രിസ്പി ആയിട്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ട് മൊരിയുന്നത് വരെ ഒന്ന് കാത്ത് നിൽക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ മീനും ഒരേപോലെ വെന്ത് കിട്ടണം. അതിൻ്റെ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കുക. അതിൻ്റെ ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. മീനിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മസാല അങ്ങ് കരിഞ്ഞു പോവാതെ നമുക്ക് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട്. അപ്പോൾ മീൻ ഫ്രൈഡ് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജൗഫൂസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക്